നിങ്ങളിലായിരിക്കുകയും ചെയ്യും. കണ്ടോ, നിങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം, എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് വചനം കേൾക്കാൻ സാധിക്കും. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണിത്. കണ്ടോ, ദൈവാത്മാവാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ ധ്യാനം കൂടാൻ. കർത്താവേന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കണമെങ്കിൽ 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ്, യേശു കർത്താവാണെന്ന് ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയണമെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവുള്ളവനെ സാധിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കർത്താവെന്ന് വിളിപ്പിക്കുന്നതും ഈ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങളായിരിക്കുന്നതും ആര് കൂട്ടിക്കൊണ്ട് വന്നിട്ടാ? പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഓരോ തിന്മ പ്രവൃത്തികളും ചെയ്യാൻ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മ ആദ്യം അതറിയുന്നത് ആരാ? ആദ്യം വേദനിക്കുന്ന ആരാ? നിങ്ങളിപ്പോൾ ഒരുത്തനിട്ട് തല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ തല്ലിയാലേ അവൻ വേദനിക്കത്തുള്ളൂ. നിങ്ങൾ തല്ലുമെന്ന് പറഞ്ഞാലേ മറ്റുള്ളവൻ അറിഞ്ഞ് വേദനിക്കത്തുള്ളൂ. ഇതാ, നിങ്ങൾ ഹൃദയത്തിൽ ഈ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആര് ഈ കാര്യം ഓർത്ത് വേദനിക്കുക? പരിശുദ്ധാത്മാവ് കരയാൻ തുടങ്ങും. എന്നാലും ഞാൻ ഇവൻ്റെ കൂടെ യേശുവിൻ്റെ സാക്ഷിയായി അവൻ മാറാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടും എന്നെ അവഗണിച്ച് ഇവൻ മറ്റുള്ളവനെ വേദനിപ്പിക്കാൻ പോവുകയാണല്ലോ. കണ്ടോ, വേദനിക്കും പരിശുദ്ധാത്മാവ്. ഇതുപോലെ നമ്മളൊരു പാപം ചെയ്യാനൊരുങ്ങാണെന്ന് വിചാരിച്ച പറയുമുള്ളവരെ, പാപം ചെയ്യാൻ തീരുമാനമെടുത്ത് പാപത്തിലേക്ക് നയിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് വേദനിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഒരു സാക്ഷ്യം പറഞ്ഞത്. പ്രിയമുള്ളവരെ, അവൻ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധത്തിലായി. അങ്ങനെ അവൻ പ്രത്യേകം ചട്ടം കെട്ടി, ഇന്ന് രാത്രിയിൽ നീ ധ്യാനമൊക്കെ കൂടുന്ന ചെറുപ്പക്കാരനാണ്, നല്ല ധ്യാനമൊക്കെ കൂടി നല്ല ദൈവാത്മാവിൽ ജീവിക്കുന്നവനാണ്. അങ്ങനെ ഏതോ ഒരു സ്ത്രീയുടെ വശീകരണ ശക്തിയിൽപ്പെട്ട് അങ്ങനെ ആയി തീർന്നിരിക്കുക. ആ വ്യക്തി, പ്രിയമുള്ളവരെ, അന്ന് രാത്രിയിൽ ആ സ്ത്രീ അങ്ങോട്ട് വരാൻ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്ത് അവൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അവളെ കാത്തിരിക്കുന്ന സമയത്ത് അവൻ പറയുകയായിരുന്നു, ഇതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരമെല്ലാം പെട്ടെന്ന് ഭയങ്കരമായി ചൂടുപിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്കൊന്നും മനസ്സിലായി, ഞാൻ പേടിച്ചു പോയി. പക്ഷേ വരേണ്ട പോലെ കാര്യങ്ങളൊക്കെ നടന്നു. സംഭവിച്ചത്, പിൽക്കാലത്ത് അവൻ്റെ ജീവിതം അധപ്പതിക്കാൻ തുടങ്ങി. അമിതമായ ദേഷ്യം, അമിതമായ ആസക്തികൾ, ബന്ധനത്തിൽ ഏകദേശം 4-5 വർഷം തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരാൻ പറ്റാതെ ഈ പാപത്തിൽ കിടന്ന് അവൻ മുഴുകി. കണ്ടോ, പല പ്രാവശ്യം കുമ്പസാരിച്ചെങ്കിലും പാപങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ. പുരോഹിതനെ കാണുമ്പം അച്ഛനെന്നാ ഓർക്കുമെന്ന് വിചാരിച്ച് ഇതാ തെറ്റു മറച്ചു വെച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞു. അവസാനം 4-5 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് അവൻ ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വീണ്ടും തിരിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇതാ എൻ്റെ ശരീരം ആ പാപം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പരിശുദ്ധാത്മാവ് പ്രത്യേകം ചൂട് പിടിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ പോലും ഞാൻ എൻ്റെ ആത്മാവിനോട്, ആ ആത്മാവ് കരഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി, വേദനിക്കുന്നു എന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആത്മാവിനോട് സഹകരിച്ചില്ല. അതുകൊണ്ട് 4-5 വർഷക്കാലം ഞാൻ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുണ്ട് നിരാശപ്പെട്ട് ഇതാ ആ പരസ്പര ബന്ധനത്തിലായി. അതുപോലെ വഴക്കും അടിയും പിടിയുമായി, കുടുംബത്തിൽ സമാധാനമില്ലാതായി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞാൻ തകർന്നു. കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഒരു പാപം നമ്മൾ ഉള്ളിൽ ചെയ്യാൻ ഒരുങ്ങുമ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കരയാൻ തുടങ്ങും. കണ്ടോ, കരയാൻ തുടങ്ങും. ഇത് പറയുന്ന വചനമാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-15 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. വായിക്കാം. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട്, നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും വചനങ്ങളോടും പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നൽകുന്ന പ്രേരണയോടും നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ
നിങ്ങളുടെ ഉള്ളിലിരുന്ന് എൻ്റെ ആത്മാവ് ഇതാ തേങ്ങി തേങ്ങി കരയുമെന്ന് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം കൽപ്പിക്കുകയാണ്. പറയുമ്പോഴേ കൽപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എവിടുന്ന് പുറപ്പെട്ട ആത്മാവായത്? പിതാവിൽ നിന്ന് പുറപ്പെട്ട ആത്മാവ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇതാ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് വേദനിക്കുമ്പോൾ ഈ ആത്മാവ് പുറപ്പെട്ടത് എവിടുന്നാ? അപ്പൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെട്ട ആത്മാവാണ്. ഞാനൊരു പാപം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ ആരുടെ നെഞ്ചത്തിനിട്ട് കുത്തുന്നതിന് തുല്യമാണ്? അപ്പൻ്റെ നെഞ്ച് കുത്തിക്കീറുന്നതിന് തുല്യമാണ് ഒരു ക്രിസ്ത്യാനി പാപം ചെയ്യുന്നത്. പ്രിയമുള്ളവർ, മനസ്സിലായിക്കോ. നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യണ്ട, പാപം ചെയ്യാൻ ആലോചിക്കുമ്പോഴും അതിന് തീരുമാനമെടുക്കുമ്പോഴും പാപം ഉപേക്ഷിക്കാതെ മനസ്സിൽ പാപത്തെ താരാട്ടുപാടുമ്പോഴും തലോടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇതാ കയറിക്കൂടിയിരിക്കുന്ന മാമോദീസായരുടെ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളെ നിത്യതയിലേക്കും ദൈവരാജ്യത്തിലേക്കും നയിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കുത്തി കുത്തി ഇതാ വേദനിപ്പിക്കുമ്പോൾ അപ്പൻ്റെ നെഞ്ച് കുത്തിക്കീറുന്നതിന് തുല്യം, കുത്തിക്കീറുന്നതിന് തുല്യം. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഓരോ വാക്കും പ്രവൃത്തിയും വഴി തമ്പുരാൻ്റെ ആത്മാവിനെ നമ്മൾ കാലുമടക്കി അടിക്കുകയായിരുന്നു ചെയ്തത്. അതാ നമ്മുടെ ജീവിതത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ ഇതാ അന്യദേവ ആരാധന നടത്താൻ പോകുമ്പോഴും, അതുപോലെ മ്ലേച്ഛ പാപങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും, അതുപോലെ അശുദ്ധ കാര്യങ്ങൾ കാണാൻ പോകുമ്പോഴും, കേൾക്കാൻ പോകുമ്പോഴും, സംസാരിക്കുമ്പോഴും, ചിന്തിക്കുമ്പോഴും ഒക്കെ തമ്പുരാൻ നെഞ്ച് വേദനിക്കുകയാണ്, പിതാവിൻ്റെ നെഞ്ച് വേദനിക്കുകയാണ്. എന്നാലും ഇതാ ദൈവപുത്രനെ പോലെ ജീവിക്കേണ്ട ഇവൻ, വളരേണ്ട ഇവൻ വീണ്ടും വീണ്ടും സ്വയം നശിക്കുകയാണല്ലോ എന്നോർത്ത്, അന്ത്യനാളിൽ ഇവനെ എനിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ലല്ലോ, ഇവൻ അഗ്നി നരകത്തിൽ വീണു പോകുമല്ലോ എന്നോർത്ത് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് കരയുകയാണ്, പരിശുദ്ധാത്മാവ് കരയുകയാണ്. അതിൻ്റെ അർത്ഥം പിതാവായ ദൈവം നമ്മെ ഓർത്ത് കരയുന്നു എന്നാണ്. കണ്ടോ? അത് കണ്ടിട്ടാണ് പരിശുദ്ധ അമ്മ ഈ നൂറ്റാണ്ടിൽ പല ദേവാലയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതാ പരിശുദ്ധ അമ്മയുടെ ഇതാ അടയാളങ്ങളുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആദാവിൻ്റെ ഫോട്ടോ, അതുപോലെ കുരിശുകൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതാ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ പല ദേവാലയങ്ങളിലും പോയി അത് യാഥാർത്ഥ്യമാണോ എന്ന് വ്യക്തമായി പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതാ പ്രകൃതിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രതിഭാസമാണെന്നും ദൈവികമാണെന്നും തിരിച്ചറിയാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്താണ് പ്രിയമുള്ളവരെ? ദൈവം വേദനിച്ചത് കണ്ട് കരഞ്ഞ പരിശുദ്ധ അമ്മയാണ്. ഭൂമിയിൽ നിന്ന് അമ്മ കരഞ്ഞു. തമ്പുരാൻ്റെ നെഞ്ചിൽ പാപം മൂലം വേദനിച്ച് പിതാവായ ദൈവം വേദനിച്ച് നമ്മളെക്കുറിച്ച് ഓർത്ത് ആ അപ്പൻ കരയുന്നത് കണ്ട ആ മകള് പ്രിയമുള്ളവരെ ഭൂമിയിൽ നിന്ന് നിലവിളിച്ചതാണ് ആ കരച്ചിലൊക്കെ. അത് സഭയെ ഓർത്തായിരിക്കാം, കുടുംബങ്ങളെ ഓർത്തായിരിക്കാം, അതുപോലെ വ്യക്തികളെ ഓർത്തായിരിക്കാം. ഇതാ അടിസ്ഥാനപരമായ ഒരു മാനസാന്തരം എന്തായാലും ഇത്തരം അത്ഭുതങ്ങളിലൂടെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ പാപം ചെയ്യുമ്പോഴും അപ്പൻ്റെ നെഞ്ച് വേദനിപ്പിക്കുക. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്: ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത്. കണ്ടോ? ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് പാപത്തിൽ നമുക്ക് ഓടിയകലാൻ തീരുമാനിക്കാം, പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ തീരുമാനിക്കാം. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 14:25-26 വചനം വായിക്കാം. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഇതാ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അടുത്ത ഭാഗമാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് ആരാണ്? ഒന്നുകൂടെ വായിച്ച വചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണ്? സഹായകനാണ്. സഹായകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹായിക്കുന്നയാള്, നമ്മെ സഹായിക്കുന്നയാള്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇതിനെ അയക്കുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു സഹായം ആവശ്യമുണ്ട്.
നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും പേരിരിക്കുന്നു. സത്യത്തിൽ ആരുടെയും സഹായം വേണ്ടാതെ ആർക്കാ ജീവിക്കാൻ പറ്റുന്നത്? ആരെക്കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്കൊക്കെ സ്വയം പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ദൈവം മനസ്സിലാക്കി, നിനക്ക് ഞാൻ നിൻ്റെ കുറവുകളിലും നിൻ്റെ ബലഹീനതകളിലും നിൻ്റെ പരാജയങ്ങളിലുമൊക്കെ നിന്നെ താങ്ങാൻ ഞാൻ എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവനാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹായകനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും വ്യക്തി തളർന്നോ തകർന്നോ പോയിട്ടുണ്ടോ, നിങ്ങൾ ഇതാ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. മസ്റ്റായിട്ട് തേടണം. നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ, ഞാൻ അനാഥബോധമുള്ള ഒരാളാണ്. ചിലർക്കുണ്ട് അനാഥബോധം. നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ കേട്ടു, ഇത് ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്. അനാഥബോധം. എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തോന്നലുള്ള വ്യക്തി ഇതാ ഒരാളെ തേടി പോകരുത്. ആൾക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ചില ആളുകൾ ഇതാ കല്യാണം കഴിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു സഹായം, ഒരു തുണയും വേണം. ഈ അടുത്ത കാലത്ത് ചില രോഗങ്ങൾ മൂലം പീഡനം അനുഭവിച്ച ഒരു പെങ്കൊച്ച്, അതിന് ഒരു നല്ല കല്യാണം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സത്യത്തിൽ ഈ രോഗവും പ്രയാസവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരായി നിങ്ങൾ ഈ കൊച്ചിനെ കരുതുന്ന പോലെയും നോക്കുന്ന പോലെയും കെട്ടിച്ചു വിട്ടാൽ, ഒരു വീട്ടിൽ ചെന്നാൽ അവർക്ക് ഇങ്ങനെ നോക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് ഒരു ഏകസ്ഥയായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കട്ടെ, അതായിരിക്കും നല്ലത്. നിങ്ങളുടെ കാലത്തോളം നിങ്ങൾക്ക് നോക്കാം, അത് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അതങ്ങ് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം ആ പെങ്കൊച്ച് അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരു സഹായമാണ് വേണ്ടത്. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാൻ ഒരാൾ, കൈപിടിക്കാൻ ഒരാൾ, പങ്കുവെക്കാൻ ഒരാൾ, ഇത്രയൊക്കെ മതി. മറ്റൊന്നും ഞാൻ കുടുംബജീവിതത്തിലെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് കല്യാണമൊക്കെ നടന്നു. പ്രിയമുള്ളവരെ, കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഇങ്ങോട്ട് പരാതികളുടെ പ്രവാഹമായി. എന്തൊക്കെയാണ്? ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല ഇവന് കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സംശയം. അങ്ങനെ മൊത്തത്തിൽ എന്താണ്? പരാതികൾ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളെ നിങ്ങൾക്ക് കിട്ടുകയില്ല. അതൊരാളേ ഉള്ളൂ. ആരാണ്? സഹായകനായ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സഹതപിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ താങ്ങാനും ഒരാളെ ഭൂമിയിൽ യേശു ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിയാൽ കുടുംബജീവിതത്തിലായാലും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലായാലും ഇടവക ജീവിതത്തിലായാലും സഭാ ജീവിതത്തിലായാലും പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ബലഹീനതകളിലും പരിശുദ്ധാത്മാവ് സഹതപിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ബലഹീന അവസ്ഥകളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും, ധ്യാനങ്ങളൊക്കെ കൂടുന്നതോടുകൂടി ഏത് മേഖലയിലാണോ ചിലർ ബലഹീനരായി പോകുന്നത്, ആ മേഖലയിൽ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ തുടങ്ങുന്നതോടുകൂടി സമർപ്പിക്കപ്പെട്ട മേഖലകളിൽ നിന്ന് മദ്യപാനിയാണെങ്കിൽ മദ്യപാനം നീങ്ങിപ്പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കും. കുടിക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരും. ഈ ദിവസങ്ങളിൽ ചിലർ പറയും, ധ്യാനം കഴിഞ്ഞ് വന്നു കഴിയുമ്പം സത്യത്തിൽ ഇപ്പോൾ കുടിക്കണമെന്ന് പോലും ഒരാഗ്രഹം പോലും തോന്നിയിട്ടില്ല. എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മദ്യപാന ആസക്തി എന്നൊരു രോഗമായിരുന്നു. ആ രോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിച്ചതാണ്. നിങ്ങൾ ധ്യാനം കൂടുമ്പം ഇതാ നിങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ ഇതാ നിങ്ങൾക്ക് എന്തെല്ലാം ചിന്തകളായിരുന്നു. വീട്ടിലെ ചിന്ത, കൊച്ചുങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ഓഫീസിലേക്ക് മക്കളെക്കുറിച്ചുള്ള ചിന്ത. ധ്യാന കേന്ദ്രത്തിൽ കയറിയാൽ പിന്നെ ചിലർ പറയുകയാണ് യാതൊരു ചിന്തയില്ല. കാരണം എന്താണ്? ഇത് പലരും പറയുന്നതാണ്. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയെ അലട്ടുന്നില്ല. കാരണം എന്താണ്? ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചിന്തയില്ലാതെ ഇരുന്ന് ധ്യാനം കൂടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ്. ഇതുപോലെ കടബാധ്യത വരട്ടെ. കടബാധ്യതക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വെറുപ്പും അറപ്പുമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് എന്ത് ചെയ്തോളും? സഹായിച്ചോളും. ഈ അടുത്ത കാലത്ത് 1 കോടി രൂപ കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ രാത്രിയിൽ
11-12 മണിയായപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, സഹായകനായ പരിശുദ്ധാത്മാവുണ്ട്, അതുകൊണ്ട് ആ സഹായകൻ്റെ സഹായം തേടിയാൽ മതി, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ആകപ്പാടെ കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റാൽ 1 കോടി രൂപ കിട്ടും. പിറ്റേ ദിവസം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഞാൻ പറഞ്ഞു, വീടും സ്ഥലമൊന്നും വിൽക്കണ്ട, ഇതൊക്കെ ദൈവം തന്നതല്ലേ, പരിശുദ്ധാത്മാവ് സഹായിക്കും. രാത്രി മുഴുവനും ബ്ലേഡ് കമ്പനിക്കാർ വിളിച്ച് ഇതാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പുള്ളി തൂങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആശ്വസിപ്പിച്ച് തിരിച്ചു പോന്നു. ഇതാ പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം മുതലുള്ള പത്രത്തിലൊരു വാർത്ത വരാൻ തുടങ്ങി. എല്ലാ ബ്ലേഡ് കമ്പനിക്കാരെയും പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലിട്ടു. അതോടുകൂടി ബ്ലേഡ് കമ്പനിക്കാരൻ ആധാരം വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ വീട്ടിൽ നിന്നാ പ്രശ്നമാണ്, ദൈവത്തെ ഓർത്ത് ഇതൊന്ന് മേടിക്ക് എന്ന് പറഞ്ഞ് പുറകെ നടന്ന് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതാണ് സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് ആളുകൾ നാട്ടുകാരൻ്റെ കാശ് മേടിച്ചേച്ച് പരിശുദ്ധാത്മാവെ കൈകാര്യം ചെയ്തേക്കാൻ പറഞ്ഞാൽ ആകുകയില്ല. അപ്പോൾ നമ്മൾ ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഓരോ മേഖലകളിലും നമ്മളെ സഹായിക്കും. പറയുമ്പോൾ ഓരോ മേഖലകളിലും ഒരു കൊച്ചുകുട്ടിയായിക്കോട്ടെ, ചില ആളുകൾ വന്ന് പറയാറുണ്ട്, പഠന വൈകല്യം, കുഞ്ഞുങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. പലരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഉയർച്ച നൽകി. ഞാൻ പേന എടുത്ത് കഴിയുമ്പോൾ ഞാനല്ല, ആരോ എന്നിലൂടെ ഇതെല്ലാം എഴുതുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പഠന വൈകല്യമുള്ള ഒരു കുഞ്ഞിവിടെ വന്നു. ഞാൻ അവളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതിന് പഠിപ്പിക്കുകയും ചെയ്തു. സംഭവിച്ചു പ്രിയമുള്ളവരെ, പഠന വൈകല്യമുണ്ടായിട്ട് പല സ്കൂളുകളിൽ നിന്നും ഒഴിവാക്കി പുറന്തള്ളിവിട്ടിരുന്ന കുഞ്ഞ് 85% മാർക്കോടുകൂടി പാസ്സായി. കണ്ടോ എങ്ങനെയാണ് ദൈവാത്മാവ് സഹായിക്കാൻ തുടങ്ങി. അവൾ പറയുകയാണ്, ഇതാ ഞാൻ എഴുതാനൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എവിടുന്നാണെന്ന് അറിഞ്ഞുകൂടാ, എല്ലാം ഓർമ്മ വരും. ഞാൻ എഴുതുമ്പോൾ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. കണ്ടോ പ്രിയമുള്ളവരെ, ഏത് മേഖലയിലാണോ നീ തളർന്നു പോയിരിക്കുന്നത് ആ മേഖലയിൽ നീ സഹായം തേടണം. എനിക്കൊരനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്നത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് പോവുക എന്ന് പറയുന്നത് നല്ല ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. ആദ്യമായിട്ട് വിദേശ രാജ്യത്ത് പോവുകയാണ്. അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. അതും സാധാരണയായിട്ട് ഒത്തിരി പേരുടെ സഹായത്താൽ ശുശ്രൂഷ ചെയ്ത് എനിക്ക് പാട്ടില്ല, ഓർഗണില്ല, ഒന്നുമില്ല, ഒറ്റയ്ക്ക് പോയി ധ്യാനം നടത്തണം. അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചൊരുങ്ങി. ദൈവമേ, പരിശുദ്ധാത്മാവേ, എന്നെ വന്ന് സഹായിക്കണം, ആ രാജ്യത്ത് പോയി തിരിച്ചു വരുമ്പോഴും എന്നെ പ്രത്യേകം സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഇതാ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേണേൽ അവർക്ക് തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്, അവനൊക്കെ അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി എനിക്ക് അമിതമായ ടെൻഷനായി. ഞാൻ അച്ഛനായിരുന്നു. എന്തായാലും ഞാൻ ഇവിടുന്ന് എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ചെന്നപ്പോൾ അവിടെ ഒരു റമ്പാച്ചൻ നിൽക്കുന്നു. ഞാൻ ആ റമ്പാച്ചനോട് ചോദിച്ചു, എവിടെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞു, എൻ്റെ പെങ്ങന്മാരെയൊക്കെ വിടാൻ വന്നാന്ന് പറഞ്ഞു. പെങ്ങളോ ബന്ധുക്കളെയൊക്കെ വിടാൻ വന്ന. അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അമേരിക്കയിലേക്കാണ്. അവരെന്നെ കൂടെ കൂട്ടി. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെ ഞാനിങ്ങനെ ഇവിടുന്ന് ബോംബെ ചെന്നു. ബോംബെയിൽ വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ആളെ, അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു. ആ ഭാര്യ അവിടെ പിടിച്ചു വെച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കയ്യിലിരുന്നാണ്ട് പാലും കുപ്പിയോ ഏതാണ്ടെല്ലാം പ്രശ്നമായി. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരെ അവിടുന്ന് വിട്ടത്. അപ്പോഴും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ അമേരിക്കയിൽ ചെന്നു.